കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിനെ കുറിച്ച് തന്നെ വീണ്ടും പറയേണ്ടി വരുന്നത് ആ പ്രക്രിയ ഉയർത്തിയിട്ടുള്ള ആശങ്ക അത്ര തീവ്രമായതുകൊണ്ടാണ്. ഇന്ത്യൻ ജനതയ്ക്കും പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിനും മാത്രമല്ല ആഗോളതലത്തിലും മനുഷ്യാവകാശ ബോധ്യങ്ങളെ SIR ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ ഉന്നയിച്ച ഗൗരവമുള്ള സംശയങ്ങൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ SIR ദശലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് ഇല്ലാതാക്കിയതായും ന്യൂനപക്ഷ സമുദായങ്ങളെ ബാധിച്ചതായും ഐക്യരാഷ്ട്രസഭയുടെ മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷകാര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നീ വിഭാഗത്തിലെ പ്രതിനിധികളാണ് ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി കത്തയക്കുകയും ചെയ്തിരുന്നു. ബംഗാളിലെയും ബീഹാറിലെയും നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് UN പ്രതിനിധികൾ ആശങ്ക അറിയിച്ചത്. വോട്ടർ പട്ടികയുടെ പ്രത്യേക പരിഷ്കരണം വംശീയ, മത, ഭാഷാ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പ്രതികൂലമായി ബാധിച്ചതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രത്തിന് അയച്ച കത്തിൽ പറയുന്നു. ബംഗാളിലെ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയ 91 ലക്ഷം പേരിൽ പലർക്കും സാധുവായ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിരുന്നുവെങ്കിലും വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു. നന്ദിഗ്രാം നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒഴിവാക്കിയ പേരുകളിൽ 95% മുസ്ലിം വോട്ടർമാരുടേതാണ്. മണ്ഡലത്തിലെ വോട്ടർമാരിൽ 25% മാത്രമാണ് മുസ്ലിം ജനസംഖ്യ എന്നിരിക്കെയാണ് ഈ വൈരുദ്ധ്യം. 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി SIR-ലൂടെ 5.2 കോടി പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്തരത്തിൽ നീക്കിയെന്നാണ് ലഭിച്ച വിവരമെന്നും കത്തിൽ പറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ആശങ്ക പങ്കുവെക്കപ്പെട്ടിട്ടും ഭരണകൂടത്തിന്റെ ചൊൽപ്പടിക്ക് വഴങ്ങി അവർക്ക് അനുകൂലമായി പ്രക്രിയയെ പരിവർത്തിപ്പിക്കാനുള്ള നടപടികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർ തങ്ങളുടെ മാതാപിതാക്കളുടെ കഴിഞ്ഞ SIR വിവരങ്ങൾ നിർബന്ധമായും നൽകണമെന്ന പുതിയ വ്യവസ്ഥ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഓൺലൈനായി വോട്ടർ രജിസ്ട്രേഷൻ നടത്തുന്നവർക്കാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കും പുതുതായി വോട്ടവകാശം ലഭിച്ചവർക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടവർക്കും വീണ്ടും പേര് ചേർക്കാനായി ഉപയോഗിക്കുന്ന ഫോം 6-ലാണ് നിബന്ധന ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഫോമിൽ ഭേദഗതി വരുത്താതെ ഭരണപരമായ നിർദ്ദേശങ്ങളിലൂടെയാണ് ഇത് നിർബന്ധമാക്കിയതെന്ന കൗതുകവുമുണ്ട്. കമ്മീഷന്റെ ഇസിനെറ്റ് പോർട്ടലിൽ ലഭ്യമായ ഓൺലൈൻ ഫോം 6-ൽ മാതാപിതാക്കളുടെ വിവരങ്ങൾ പൂരിപ്പിക്കാതെ അപേക്ഷകർക്ക് മുന്നോട്ടു പോകാനാകില്ല. ഇതിനായി 3 ഓപ്ഷനുകളാണ് പോർട്ടലിൽ നൽകിയിരിക്കുന്നത്. യഥാക്രമം സ്വന്തം പേരുണ്ടായിരുന്നു, മാതാപിതാക്കളുടെയോ പിതാമഹരുടെയോ പേരുണ്ടായിരുന്നു, ആരുടെയും പേര് ഉൾപ്പെട്ടിരുന്നില്ല. ഇതിൽ 3ാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നവർ എന്ത് നടപടിയാണ് നേരിടേണ്ടി വരിക എന്ന് പോർട്ടലിൽ വ്യക്തമാക്കിയിട്ടുമില്ല. അവിടെയും വോട്ടർമാരെ ഇരുട്ടിൽ നിർത്തുകയാണ് കമ്മീഷൻ ചെയ്യുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് വൻതോതിൽ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ അതൊരു സ്വാഭാവിക പ്രക്രിയയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വവും അവകാശവുമാണ് എന്ന നിലയിലാണ് പരമോന്നത കോടതി പോലും ആദ്യം പ്രതികരിച്ചത്. പിന്നീട് നിരന്തര പരാതികൾ ഉയർന്നപ്പോഴാണ് ചില നിർദ്ദേശങ്ങളെങ്കിലും കമ്മീഷന് കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറായത്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ മാത്രമാണ് SIR പരിമിതപ്പെടുത്തിയിരിക്കുന്നതെന്നും വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനപ്പുറം പേര് നീക്കം ചെയ്യുന്നതിന് മറ്റ് പ്രത്യാഘാതങ്ങളില്ലെന്നും അപ്പോഴൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിക്ക് ഉറപ്പ് നൽകി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നത് പൗരത്വം നിർണയിക്കുന്നില്ലെന്ന് കോടതിയും ആവർത്തിച്ചു. എന്നാൽ ഈ ഭരണഘടനാപരമായ വേർതിരിവ് ഇല്ലാതാകാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് രാജ്യത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ R. രാജഗോപാലിനുണ്ടായ അനുഭവം ഓരോ ഇന്ത്യൻ പൗരനെയും ആശങ്കപ്പെടുത്തുന്നതാണ്. SIR വഴി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പാസ്പോർട്ട് പുതുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഉന്നതതല ഇടപെടലിലൂടെ അദ്ദേഹത്തിന് പുതുക്കിയ പാസ്പോർട്ട് ലഭിച്ചെങ്കിലും അതൊരു ചോദ്യമായി സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് റേഷനും മറ്റ് ക്ഷേമ പദ്ധതികളും ഉൾപ്പെടെയുള്ള ഒരു സർക്കാർ ആനുകൂല്യത്തിനും അർഹതയുണ്ടാവില്ലെന്നും അവരുടെ ബാങ്ക് പാസ്ബുക്കുകൾ റദ്ദാക്കുമെന്നും ബീഹാർ മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി പറഞ്ഞിരുന്നു. SIR വഴി പേര് നീക്കം ചെയ്യപ്പെട്ടവർക്ക് സർക്കാർ പദ്ധതികൾ ലഭിക്കില്ലെന്ന് ബംഗാൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അശോക് കിർത്താനിയ പ്രസ്താവിച്ചപ്പോൾ ഒഴിവാക്കപ്പെട്ടവർ രാജ്യത്തെ പൗരന്മാരല്ല എന്നാണ് മറ്റൊരു മന്ത്രി പറഞ്ഞത്. വോട്ടർ പട്ടികയിൽ നിന്നുള്ള ഒഴിവാക്കലിനെ പാർശ്വവൽക്കരണത്തിനുള്ള ആയുധമായി അവതരിപ്പിക്കുന്ന ഭരണഘടനാ പദവിയിലുള്ളവരുടെ ഭാഷയാണിത്. ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ ബോധത്തെയും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു ഇരുണ്ട മാതൃക തന്നെയാണ് ദൃശ്യമാകുന്നത്.